എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ട്രോബെറി പേരയുടെ 2 വെറൈറ്റികളാണ് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുന്നത്. കൂടാതെ തന്നെ അതിന് നമ്മൾ കൊടുക്കേണ്ട വളവും. അപ്പോൾ നമ്മളിത് നടുമ്പോൾ മാറ്റി നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ കൊടുത്ത് വേണം നടാൻ. സ്ട്രോബെറി പേര നമുക്ക് കായ്ഫലം കിട്ടിയതാണ്. അപ്പോൾ അതാണ് ധൈര്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഫൈക്കസ് പേരയും വരുന്നുണ്ട്. ഇപ്പോൾ അത് മഞ്ഞ തോലോട് കൂടിയ കായാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഇല കുറച്ച് വലുതായിരിക്കും. വെറൈറ്റിയാണ്. സാധാരണ നമ്മുടെ പേരയുടെ ഇല പോലെ അല്ല, നമ്മുടെ ഫൈക്കസ് ചെടിയുടെ അതേപോലത്തെ ഒരു ഇലയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ അടിസ്ഥാന വളം കൃത്യമായി കൊടുത്ത് നടുക. നമുക്ക് സ്ട്രോബെറി പേര കായ്ച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ 100% കായ്ഫലം കിട്ടുന്നതാണ് സ്ട്രോബെറി പേര. അതിൻ്റെ തൈകൾ നഴ്സറിയിൽ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് വയ്ക്കുക. പിന്നെ നമ്മളൊരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു 100 ഗ്രാം അളവിൽ എല്ലുപൊടി കൃത്യമായിട്ട് ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. എല്ലുപൊടിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വളം. കൂട്ടത്തിൽ നമ്മൾ മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ച് അത് കൂടി ഇട്ട് കൊടുക്കണം. നല്ല വളമാണ്. കൂടാതെ ജൈവ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നല്ല പേര തൈയാണ് രണ്ടും. മാക്സിമം ഷെയർ ചെയ്യും.